ശതകോടീശ്വരനാണ്, മുഴുവൻ ഡീലിംഗ്സ് ആണെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ഡീലിംഗ്സ്? കോടികൾ സമ്പാദിച്ചു. ഏത് ബാങ്കിലുള്ള? ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്? അത് പറയാം. ഒരു 100 രൂപയിൽ കൂടുതൽ ഒരു അക്കൗണ്ട് എനിക്ക് ഒരു ബാങ്കിലും ഇല്ല. പിന്നെന്താ എൻ്റെ പ്രശ്നം? ശരത് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇത് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നാണ് ശരത് പറയുന്നത്. കണ്ണേട്ടനെ വിളിച്ചോ? പിന്നെ ഞാൻ എൻ്റെ സുഹൃത്ത്, എൻ്റെ നേതാവല്ലേ ഇപ്പോൾ പാർട്ടി, എൻ്റെ നേതാവാണല്ലോ. അപ്പോൾ ശരത് പറയുന്നത് ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. 5 കൊല്ലം മുമ്പ് ഞങ്ങൾ രാത്രി സംഭാഷണങ്ങൾ നടത്താറുണ്ട്. പിന്നെ ഇത് പറയുന്നത് ആരപ്പോൾ? നിങ്ങളൊന്ന് ആലോചിക്കണം. പണ്ട് സർദാർ ചന്ദ്രോത്തിനെ കൊണ്ടു നടന്നിരുന്നു വിമോചന സമരകാലത്ത്, പഴയ പാർട്ടിക്കാരനെ. മനസ്സിലായിട്ടില്ല? ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയില്ല, പഴയ കഥകൾ ആലോചിക്കണം. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താ? ഈ ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആളും ഇവൻ അത് വോയിസ് മാറ്റി കൊടുത്തോനും രണ്ടുപേരെയും പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു പോയി. പോയില്ല. ഒരാൾ പഞ്ചായത്ത് മെമ്പർ, ലോക്കൽ സെക്രട്ടറി, അവൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. അവനില്ല. ഇവൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിൽ നടക്കുമ്പോൾ അൻവറിൻ്റെ കൂടിയായിരുന്നു, ഇപ്പോൾ അവൻ രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. അവനാണ് ഒരാൾ. രണ്ടാമത്തെ ആളും പാർട്ടിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിൽ കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ ആളാണ്. അവൻ ഇവന് ഫോൺ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഞാനിതൊന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല. രാത്രി എന്തെല്ലാം സ്വപ്നങ്ങൾ ആളുകൾ കാണുന്നുണ്ട്. എനിക്കെതിരെ നിങ്ങളൊക്കെ പറഞ്ഞു കൂട്ടി ഇതിന് കയ്യും കണക്കുണ്ടോ? എൻ്റെ വീടിൻ്റെ പടം എടുത്തിട്ട് 25 കൊല്ലം മുമ്പ് ഒരു ഓടിട്ട വീടിൻ്റെ പടം എടുത്ത് കൊടുത്തിട്ട് ഇത് സൗദ എന്ന് പറഞ്ഞ് പത്രത്തിലൊന്നും ഞാൻ കണ്ടു. എന്നിട്ടൊന്നും ഞാൻ പേടിച്ചു പോയിട്ടില്ല. അതിനുശേഷം ഞാൻ രാജ്യത്ത് ജീവിച്ചു. ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എനിക്കൊരു ഉദ്ദേശം ഉണ്ടാവില്ല. നിങ്ങളെപ്പോലുള്ള കുറെ ആളുകൾ കൂടി ഉണ്ടാക്കണ പ്രശ്നമായിട്ട് പറഞ്ഞില്ല. എനിക്കറിയില്ല. പറഞ്ഞില്ല, ഒരുത്തം പാർട്ടിയിൽ നിന്ന് പുറത്തായി. അപ്പം അവനൊരു ഓഡിയോ കൊടുത്തു. നിങ്ങൾക്ക് നല്ല മാർക്കറ്റായി. എന്നെ പട്ടി കടിച്ച വാർത്തയല്ല, ഞാൻ പട്ടിയെ കടിച്ച വാർത്തയാണ്. അതപ്പോൾ നിങ്ങൾക്ക് ആവശ്യം. ഞാനൊരു പട്ടിയെ കടിച്ചാൽ, പട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല പട്ടി, അതൊരു വാർത്തയല്ല. ഞാനൊരു പട്ടിയെ കടിച്ച വാർത്തയാണ്. എന്നെ പട്ടി കടിച്ച വാർത്തയാണോ? ആയിക്കോട്ടെ, അവൻ തെളിയിച്ചോട്ടെ. ഉണ്ടെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് എന്നോട് പറഞ്ഞു. എന്നോടല്ല, ഞാൻ 1-2 ക്ലിപ്പ് കണ്ടു. അവൻ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞില്ല. പിന്നെ അവന് എന്നെ കുറിച്ച് ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ ഇതിൽ കൂടി അല്ലല്ലോ പറയാം. കരുവന്നൂര് ഞാനും തമ്മിൽ എന്ത് ബന്ധം? ED സമർപ്പിച്ച ചാർജ് ഷീറ്റിൽ MK കണ്ണൻ ഇല്ല. നിങ്ങൾ മാതൃഭൂമി ചാനല് എൻ്റെ ഭാര്യ എന്നെയും കൂടി അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ വാർത്ത കൊടുത്തതാ. നിങ്ങളുടെ 2 കൂടി പടം. എൻ്റെ മോള് മസ്കറ്റിൽ നിന്ന് വിളിക്കുകയാണ്, അച്ഛൻ അമ്മ എന്ത് കുറ്റം ചെയ്യുന്നു വെച്ചിട്ട്. പിന്നെ പെണ്ണോട് തെറ്റിപ്പോയി, ആന്ധ്രയിലെ കണ്ണനായിരുന്നു എന്ന് ഈ മാതൃഭൂമിക്കാരൻ. അല്ലേ? അല്ലെ, നിങ്ങളല്ല മാതൃഭൂമി. പിന്നെ ക്ഷമ എന്ത് പറഞ്ഞിട്ട് ഇത് ആന്ധ്രയിലെ മുൻ MLA കണ്ണനാണ്. അല്ല കണ്ണേട്ട, ഇതിനകത്ത് ഈ സാധാരണ രീതിയിൽ ഈ പാർട്ടിക്കാർ തമ്മിൽ സഖാവ് എന്ന് വിളിക്കുന്നതിന് പകരം ഡീലേഴ്സ് എന്നാണ് ചെറുപ്പക്കാർ ഇപ്പോൾ നിങ്ങൾ മുതിർന്ന നേതാക്കളെ വിളിക്കുന്നത്. ഞങ്ങളൊരു ഡീലർ വിളിക്കുക, ഒരു പാർട്ടിക്കാരനും പറയില്ല. എല്ലാം നിങ്ങൾ കാണുന്നത് മുഴുവൻ പാർട്ടിയാവില്ല, പല സൈസും ഉണ്ടാവില്ലോ. ശരത് പ്രസാദിന്റെ ഓഡിയോ ക്ലിപ്പിലാണ് അങ്ങനെ കിടക്കുന്നത്. ഞങ്ങളൊന്നും അങ്ങനെ പറയില്ല. ഞാൻ പറഞ്ഞില്ല. ജില്ലയിലെ സമ്പന്നന്മാർക്കിടയിലെ വലിയ ഡീലർ AC മൊയ്തീനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയാം AC മൊയ്തീൻ അങ്ങനെ എനിക്ക് ആക്ഷേപമില്ല. ഞാൻ കേട്ടിട്ടില്ല. എന്നോട് ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ കേട്ടു. കണ്ണേട്ടനും വേറെ ചെറിയൊരു ഡീലറാണെന്ന് പറയുന്നത്. നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരാറില്ലേ ഓരോ കാര്യങ്ങൾക്ക്? അതൊക്കെ വല്ല ഡീലിങ്സ് ഉണ്ടായിട്ടുണ്ടോ? വല്ല ചായ പിടിച്ച് കുടിച്ചിട്ടുണ്ടോ? ഞങ്ങളും അങ്ങനെ ചായ കുടിക്കാൻ വരുന്നതല്ല. അല്ല, നിങ്ങളുടെ ഇന്ന് വല്ല ചായ ഞാൻ മേടിച്ച് കുടിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഞാൻ മേടിച്ച് തന്നല്ലോ? രണ്ടുമില്ലല്ലോ. ഈ പാർട്ടി ഓഫീസ് ഇതിൽ ലിഫ്റ്റ് ഉണ്ട്. ഈ ലിഫ്റ്റിൽ വെച്ച് എനിക്ക് പണം തന്നു എന്നാണ് മാതൃഭൂമി ചാനൽ പ്രസിദ്ധീകരിച്ച്. ഇവിടെ ലിഫ്റ്റ് ഉണ്ടോ? നിങ്ങളൊന്ന് കയറി നോക്കിയാൽ ഇവിടെ ലിഫ്റ്റ് ഉണ്ടോ? മാതൃഭൂമി എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ ചാനലിൽ വന്ന വാർത്തയാണ്. BJP ഓഫീസിൽ നിന്നാ ചാനൽ ഇത് സ്വതന്ത്രനാന്നാണ് പറയുന്നത്. അപ്പോഴാണ് വാജ്പേയിയുടെ പടം കാണുന്നത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ അവിടെ എന്നെ കാണാൻ വന്നപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കാനും പോകുന്ന നിങ്ങൾ എന്നോട് ചോദിച്ചെങ്കിൽ ന്യായമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കള്ളനാക്കി ചിത്രീകരിച്ചിട്ട് പിന്നെ എൻ്റെ സ്റ്റേറ്റ്മെന്റ്. ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ പറയുന്ന രീതി നല്ലതാണോ? പാർട്ടിക്കകത്താണെങ്കിലും സ്വകാര്യമായിട്ടാണെങ്കിൽ പോലും. അല്ലാന്ന് എനിക്കറിയില്ലല്ലോ എന്തെല്ലാം സ്വപ്നങ്ങൾ ആളുടെ രാത്രി കാണുന്നു. ഈ രാത്രി സ്വപ്നം കാണുന്നതിന്റെ കുഴപ്പമാണോ? എനിക്കറിയില്ല. സാമ്പത്തിക വളർച്ചയാണ് ഓഡിയോ ക്ലിപ്പിലെ മറ്റൊരു ചർച്ച എന്ന് പറയുന്നത്. എൻ്റെ സാമ്പത്തിക വളർച്ച നിങ്ങൾ അന്വേഷിക്കുമോ? ED അന്വേഷിച്ചിട്ട് ഒരു നയാ പൈസ എൻ്റെ പേരിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. 6 പ്രാവശ്യം ED മണിക്കൂറുകൾ എന്നെ ചോദ്യം ചെയ്തല്ലോ. എൻ്റെ ഒരു 25 കൊല്ലം 50 കൊല്ലം മുമ്പുള്ള എൻ്റെ എല്ലാം എടുത്തു. എൻ്റെ എല്ലാ ബന്ധുക്കളെയും സാധാരണ കുടുംബക്കാരെ എടുക്കാറല്ലോ. ഇത് ഞാനുമായി അകന്ന റിലേറ്റീവായിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ എടുത്തുകൊണ്ട് പോയി. ഒരു നയാ പൈസയുടെ വിഷയം എൻ്റെ പേരിൽ ഉന്നയിക്കാനോ എൻ്റെ പേരിൽ ഒരു ചാർജ് ഷീറ്റ് തരാനോ EDക്ക് കഴിഞ്ഞില്ല. EDക്ക് കഴിയാത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടി ഉണ്ടാക്കാൻ പോണത്.